Dear students, good morning all. Once more all are welcome to Business Management new video classroom. In the last class, we are discussed management in ancient civilization. Then now we are going to discuss management during the medieval period or pre-scientific management. Okay. നമുക്ക് പ്രീ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പീരിയഡ് ഓർ മാനേജ്മെൻറ്റ് ഇൻ ദ മെഡീവൽ പീരിയഡ്. പ്രീ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പീരിയഡ്, ദ അഡ്വെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇൻ ദ മിഡിൽ ഓഫ് ദ 18th century ഹാഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ മാനേജ്മെൻറ്റ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 18th century ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായി ആ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഒരു ഇമ്പാക്റ്റ് മാനേജ്മെൻറ്റിലും ഇൻഫ്ലുവൻസ് ചെയ്തു തുടങ്ങി. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ബ്രോട്ട് about a complete change in the methods of production, tools and equipments, organization of labor and methods of raising capital. അപ്പോൾ എങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ മാനേജ്മെൻറ്റിൽ ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ, എ കംപ്ലീറ്റ് ചേഞ്ച് in the methods of production, tools and equipments, organization of labor and method of raising capital. ഇപ്പോൾ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നിടത്ത് ഇപ്പോൾ നമുക്കറിയാം ഒരു കമ്പനി റൺ ചെയ്തു പോകുന്നത് പെയ്ഡ് അപ്പ് ക്യാപിറ്റലോട് കൂടിയാണ്. അപ്പോൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, അങ്ങനെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ട്. ദെൻ അപ്പോൾ എങ്ങനെ ഒരു കമ്പനി റൺ ചെയ്തു പോകുന്നതിന് ആവശ്യമായ ക്യാപിറ്റൽ റേസ് ചെയ്യാം, അപ്പോൾ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിനുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതികൾ. ദെൻ ലേബേഴ്സിൻ്റെ ഓർഗനൈസേഷൻ ഓഫ് ലേബേഴ്സ്, ഒരു ലേബറിൻ്റെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെ നടത്തിക്കൊണ്ട് പോവാം. ദെൻ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്, അതിനാവശ്യമായിട്ടുള്ള ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ഏതെല്ലാമാണ്. ദെൻ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് മിനിമൈസ് ചെയ്തുകൊണ്ട് മാക്സിമം പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രൊഡക്ഷൻ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ മെത്തേഡ് ഏതെല്ലാമാണ് എന്നുള്ള ഓരോ ഫാക്റ്റിലും എന്തായി ഈ 18th century ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് മാനേജ്മെൻറ്റിനെയും എഫക്റ്റ് ചെയ്തു തുടങ്ങി. എംപ്ലോയീസ് വെൻറ്റ് ടു ദർ ഇൻസ്റ്റെഡ് ഓഫ് റിസീവിങ് ഇറ്റ് ആൻഡ് സോ ദ ഫാക്ടറി സിസ്റ്റം ആസ് ഇറ്റ് ഈസ് നോൺ ടുഡേ become a dominant feature of the economy. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ 18th century മിഡിൽ ഫീൽഡിൽ മാനേജ്മെൻറ്റിനെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തു. അപ്പോൾ ആ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഇന്ന് നാം കാണുന്ന കമ്പനികളുടെ ഡെവലപ്മെൻറ്റ് പോലെ അന്നും എന്ത് ചെയ്തിരുന്നു, ആ ഒരു കമ്പനീൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, അതായത് അതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗത്ത് ഒരു ഡൊമിനൻ്റ് ലെവലിലുള്ള ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് കണ്ടീഷൻസ് അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്തു. ദെൻ അണ്ടർ ദി സിസ്റ്റം ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഹയർഡ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ആർ മെയ്ഡ് എ വയബിൾ ടു ദ എൻ്റർപ്രണേഴ്സ് ഹൂ സ്ട്രൈവ്സ് ടു കമ്പൈൻ ദീസ് ഫാക്ടേഴ്സ് ഇൻ ദ എഫിഷ്യൻറ്റ് അച്ചീവ്മെൻറ്റ് ഓഫ് എ പർട്ടിക്കുലർ ഗോൾ. അപ്പോൾ നമുക്കറിയാം എല്ലാ എൻ്റർപ്രണേഴ്സിൻ്റെയും അവരുടെ ബേസിക് ആയിട്ടുള്ള ഫാക്റ്റിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് അവരുടെ ഒരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഗോളുണ്ട്. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവിധ ഫാക്റ്റും അവർ എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിങ്, അതായത് നമുക്കൊരു ഫേം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അത് റൺ ചെയ്ത് പോകണമെങ്കിൽ ലാൻഡ് വേണം. അതോടൊപ്പം ആ ലാൻഡിനകത്തൊരു വെൽ ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ബിൽഡിംഗ് ഉണ്ടാവണം. അതുപോലെ ഹയർഡ് ലേബേഴ്സ്, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്കിൽഡ് ലേബേഴ്സിന് ആവശ്യമാണ്, ആൻഡ് ക്യാപിറ്റൽ. ഇപ്പോൾ ഇത് നടത്തിക്കൊണ്ട് പോകുമ്പോൾ നമുക്കറിയാം ഒരു പുതിയ ഫേം മാർക്കറ്റിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ഇനീഷ്യൽ കോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ പ്രിലിമിനറി എക്സ്പെൻസസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിന് ഇപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിങ് ഒന്നെങ്കിൽ നമ്മൾ ഓൺഡായിട്ട് എടുക്കാം, അതല്ലെങ്കിൽ ഹയറിന് എടുക്കാം. അപ്പോൾ അങ്ങനെ എടുക്കുന്നതിന് ക്യാപിറ്റൽ ആവശ്യമാണ്, ലേബേഴ്സിനെ സെലക്ട് ചെയ്യുന്നതിന് ക്യാപിറ്റൽ ആവശ്യമാണ്. ദെൻ ഓൾ ഓവർ ദ ഇനീഷ്യൽ എക്സ്പെൻഡിച്ചർ,
അപ്പോൾ ഒരു എൻ്റർപ്രണർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സംരംഭകരന് അല്ലെങ്കിൽ ഒരു സംരംഭകത്വം നടത്തിക്കൊണ്ട് പോകുന്നതിന് എല്ലാ വിധത്തിലുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ലേബർ അതുപോലെ ക്യാപിറ്റൽ ഇതിനൊക്കെ കമ്പൈൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു. All these changes in turn brought about changes in the field of management. അപ്പോൾ എന്ത് ചെയ്തു, ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് മാനേജ്മെൻറ്റിലും ഈ പറയുന്ന ഫാക്ട് ഇംപ്ലിമെൻ്റ് ചെയ്തു. ട്രഡീഷണൽ കൺവെൻഷണൽ ഓർ കസ്റ്റമറി ഐഡിയാസ് ഓഫ് മാനേജ്മെൻറ്റ് വേർ സ്ലോലി ആൻഡ് ഗിവൺ അപ്പ്. മാനേജ്മെൻറ്റ് കെയിം ടു ബി ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബാർട്ടർ സിസ്റ്റത്തിൽ നിന്നും പ്രോഡക്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ മണി വാല്യൂ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഇപ്പോൾ കൺസിഡറേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ട് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രോഡക്റ്റിന് ഈക്വൽ ആയിട്ടുള്ള മണി ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള ആ ഒരു ബാർട്ടർ സിസ്റ്റത്തിൽ നിന്ന് ഒരു ട്രഡീഷണൽ കോൺസെപ്റ്റ് ടോട്ടലി, അതായത് സ്ലോലി എന്തായി ചേഞ്ചസ് വന്നുകൊണ്ട് മാനേജ്മെൻറ്റിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്, അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ പതുക്കെ മാറ്റിക്കൊണ്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്തു, മാനേജ്മെൻറ്റിൽ ഇംപ്ലിമെൻ്റ് ചെയ്തു തുടങ്ങി. അപ്പോഴേക്കും നമ്മുടെ ഈ മിഡീവൽ പീരിയഡ് സ്റ്റാർട്ട് ചെയ്തു, അത് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനും വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. അതിൻ്റെ ഭാഗമായി തന്നെ ട്രഡീഷണൽ മാനേജ്മെൻറ്റിൻ്റെ കോൺസെപ്റ്റ്, ആ കൺവെൻഷണൽ ആയിട്ടുള്ള ഫാക്റ്റിനെ എന്ത് ചെയ്തു, പതിയെ മാറി സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് ഉരുത്തിരിഞ്ഞു വരാൻ വേണ്ടി തുടങ്ങി. ഇൻ ദ വേർഡ്സ് ഓഫ് L.F. Urwick, modern management has thrown open a new branch of human knowledge, a fresh universe of discourse. During the period following the Industrial Revolution, certain pioneers tried to challenge the traditional character of management by introducing new ideas and character of management by introducing new ideas and approaches. ഇപ്പോൾ റീസെൻ്റ്ലി സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തു തുടങ്ങി. അപ്പോൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തതോടുകൂടി സ്ലോലി ട്രഡീഷണൽ മാനേജ്മെൻറ്റിൻ്റെ കോൺസെപ്റ്റുകൾ, ട്രഡീഷണൽ മാനേജ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ലെവൽസ് ഒക്കെ ആളുകൾ എന്ത് ചെയ്തു, അവോയ്ഡ് ചെയ്തുകൊണ്ട് തുടങ്ങി. അതോടൊപ്പം സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ടെക്നിക്സുകൾ, അതുപോലെ ന്യൂ ഐഡിയാസ്, ദെൻ അതിൻ്റെ ഫീച്ചേഴ്സ്, ഇതൊക്കെ എന്ത് ചെയ്താൻ തുടങ്ങി, മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. മോഡേൺ മാനേജ്മെൻറ്റ് ഹാസ് ത്രോൺ ഓപ്പൺ എ ന്യൂ ബ്രാഞ്ച് ഓഫ് ഹ്യൂമൻ നോളജ്. അപ്പോൾ എന്ത് ചെയ്തു, പുതിയ നോളേജ്, അതായത് ഹ്യൂമൻ ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഫാക്റ്റിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ തലത്തിലേക്ക് മാനേജ്മെൻറ്റിനെ കൊണ്ടുവരുന്ന സയൻറ്റിഫിക് ലെവലിലുള്ള അപ്രോച്ചസിലേക്ക് കടന്നു തുടങ്ങി. ഏത് പീരിയഡിലാണ്? ഈ മിഡീവൽ പീരിയഡിൽ. കോൺട്രിബ്യൂട്ടേഴ്സ് ഓഫ് ദീസ് പീരിയഡ് ആർ, ദാറ്റ് മീൻസ് നമ്പർ ഓഫ് professors or thinkers contribute certain restrictions or rules or principles. Then they are Professor Charles Babbage, James Watt Jr., Robert Ons, Henry Robinson Tron, Seaborn Rowntree. For Professor Charles Babbage, James Watt Jr., Robert Owens, ഹെൻറി റോബിൻസൺ ടോണി, ദെൻ സീബോം റോൺട്രി തുടങ്ങിയവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ഈ മിഡീവൽ പീരിയഡിൽ മാനേജ്മെൻറ്റിൻ്റെ പോരായ്മകളും മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസിയും വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഇവർ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. ദെൻ ഫസ്റ്റ് പാർട്ട്, പ്രൊഫസർ ചാൾസ് ബാബേജ്, UK 1729 to 1871. He was a professor of mathematics at Cambridge University. Professor Babbage found that manufacturers made little use of science and mathematics.
അപ്പോൾ നമ്മളുടെ ചാൾസ് ബാബേജ് ഫൗണ്ട് ചെയ്തത് മാനുഫാക്ചറേഴ്സ് യൂസ് ചെയ്യുന്നത് ലിറ്റിൽ യൂസ് ഓഫ് സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് എന്ത് ചെയ്തില്ല, സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് മാനേജ്മെൻറ്റിൽ അപ്ലൈ ചെയ്തില്ല. ആൻഡ് ദാറ്റ് മീൻസ് മാനുഫാക്ചറർ റിലൈഡ് അപ്പോൺ ഒപ്പീനിയൻസ്. അവരെന്ത് ചെയ്തു, ഇപ്പോൾ പാസ്റ്റ് പീരിയഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് റൂൾസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് അതിലവർ വിശ്വസിച്ചു. അതിന് പകരം യൂസ് ചെയ്യേണ്ടിയിരുന്നത് സയൻറ്റിഫിക് ആയിട്ടുള്ള, അതായത് സയൻസിൽ പ്രൂവ് ചെയ്തിട്ടുള്ള ഫാക്റ്റ്, അതുപോലെ മാത്തമാറ്റിക്സിലെ ടൂൾസുകൾ അപ്ലൈ ചെയ്തുകൊണ്ടായിരിക്കണം മാനേജ്മെൻറ്റിലെ റിയൽ ആയിട്ടുള്ള കേസുകളെ ഓവർകം ചെയ്തു പോവാൻ എന്നാണ് ചാൾസ് ബാബേജിൻ്റെ ഒപ്പീനിയൻ. ദാറ്റ് മീൻസ് they found that the manufacturers relied upon opinions instead of investigations and accurate knowledge. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിക്കൊണ്ട് മാനേജ്മെൻറ്റ് പ്രോബ്ലംസിനെ ഓവർകം ചെയ്യാനോ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള അക്യുറേറ്റ് നോളേജ് എന്ത് ചെയ്തില്ല, മാനുഫാക്ചറേഴ്സ് കളക്ട് ചെയ്തില്ല. He felt that the methods of science and mathematics could be applied to the solution of methods in the place of the guesswork for the solution of business problems. He felt that the methods science and mathematics, ഇപ്പോൾ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സിൽ, സയൻസിൽ നമുക്കറിയാം ലാബറട്ടറിയിൽ നിന്ന് ഒരുപാട് എക്സ്പെരിമെൻറ്റുകൾ കണ്ടക്ട് ചെയ്ത് ഒരു ഇവൻറ്റിനെ പ്രൂവ് ചെയ്യിക്കുകയാണ്. അതുപോലെ മാത്തമാറ്റിക്സിന് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് ആവശ്യമായ ഒത്തിരി ടൂൾസ് ഉണ്ട്. അപ്പോൾ ഒന്നിലധികം ടൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻസ് എന്ത് ചെയ്യുന്നു, ഫൈൻഡ് ചെയ്യുന്നു. അതുപോലെ മാനേജ്മെൻറ്റിലും സയൻസും മാത്തമാറ്റിക്സും അപ്ലൈ ചെയ്തിരുന്നുവെങ്കിൽ വളരെ റിലയബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് മാനുഫാക്ചറിന് കിട്ടുമായിരുന്നു. ആൻഡ് കുഡ് ബി അപ്ലൈഡ് ടു ദ സൊല്യൂഷൻ ഓഫ് മെത്തേഡ്സ് ഇൻ ദ പ്ലേസ് ഓഫ് ഗസ് വർക്ക്. അപ്പോൾ മാനേജ്മെൻറ്റിലൊക്കെ എന്താണ് നടക്കുന്നത്, ആ ഒരു പീരിയഡിൽ ഗസ് വർക്കുകളാണ് നടന്നിരുന്നത്. അപ്പോൾ ആ ഗസ്സിങ് എന്ത് ചെയ്യുക, ഒഴിവാക്കുക ഫോർ ദ സൊല്യൂഷൻ ഓഫ് ബിസിനസ് പ്രോബ്ലംസ്. എന്നിട്ട് മാനേജ്മെൻറ്റ് അതുപോലെ മാനേജ്മെൻറ്റിനകത്ത് സയൻസും മാത്തമാറ്റിക്സും അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ആരുടെ അഭിപ്രായം, പ്രൊഫസർ ചാൾസ് ബാബേജ്. He urged the management of an enterprise on the basis of accurate data obtained through rigid investigation, the desirability of finding out the numbers of times each operation is repeated each hour, the dividing of work into mental and physical efforts, determining every process and the paying of hours to the workers in proportion to his own efficiency and the success of enterprise. That means Professor Charles Babbage urged the management of an enterprise on the basis of accurate data and obtained through rigid investigations. അപ്പോൾ ചാൾസ് ബാബേജിൻ്റെ അഭിപ്രായത്തിൽ സയൻറ്റിഫിക്കും അതുപോലെ മാത്തമാറ്റിക്സിലുള്ള ടൂൾസും നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻസ് കണ്ടക്ട് ചെയ്ത് അതിൽ നിന്നും എന്ത് ചെയ്യണം, അക്യുറേറ്റ് ഡാറ്റ ഒബ്റ്റെയിൻ ചെയ്യണം. ദെൻ ഡിസൈറബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഔട്ട് ദ നമ്പർ ഓഫ് ടൈംസ് ഈച്ച് പ്രോബ്ലം ഈസ് റിപ്പീറ്റഡ് ഈച്ച് അവേഴ്സ്. ദാറ്റ് മീൻസ് റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കടന്നു വരുന്ന സമയങ്ങളിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ആയിട്ടുള്ള ടൂൾസുകൾ അല്ലെങ്കിൽ ടെക്നിക്സുകൾ നമ്മൾ എന്ത് ചെയ്യണം, റിപ്പീറ്റഡ് ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യണം. ദ ഡിവൈഡിങ് ഓഫ് വർക്ക് ഇൻ ടു മെൻ്റൽ ആൻഡ് ഫിസിക്കൽ എഫേർട്സ്. അപ്പോൾ എന്ത് ചെയ്യണം, ഡിവിഷൻ ഓഫ് ലേബർ ഇംപ്ലിമെൻ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് ഡിവിഷൻ ഓഫ് ലേബർ ചെയ്യുമ്പോൾ ഓരോ എംപ്ലോയീസിനും അവരുടെ വർക്ക് ലോഡ് എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്ത് കിട്ടുകയും അതോടൊപ്പം അവരുടെ സ്കില്ല് അല്ലെങ്കിൽ അവരുടെ നോളജ് അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് കൊണ്ട് അത് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കാനും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും അവർക്ക് സാധിക്കും. ഡിറ്റർമിനിങ് എവറി പ്രോസസ് ആൻഡ് പേയിങ് ഓഫ് എ ബോണസ് ടു ദ വർക്കർ ഇൻ പ്രൊപ്പോർഷൻ ഓഫ് ഹിസ് ഓൺ എഫിഷ്യൻസി ആൻഡ് ദ സക്സസ് ഓഫ് എൻ്റർപ്രൈസ്. അപ്പോൾ നമ്മളൊരു ലേബർക്ക് അയാൾക്കൊരു വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെല്ലാം ഫാക്ട് കൺസിഡർ ചെയ്യണം, അയാളുടെ എഫിഷ്യൻസി,
ദെൻ അയാളുടെ നോളേജ്, ദെൻ അയാളുടെ കപ്പാസിറ്റി, അയാളുടെ സ്കില്ല്, അയാളുടെ ട്രെയിൻഡ് ആണോ അല്ലെങ്കിൽ ഇൻഎക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ് ആണോ, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അയാളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് കൊണ്ട് ആ ഫേമിൻ്റെ എന്ത് ചെയ്യും, ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ എന്ത് പ്രോസസ്സിലാണോ ആ എൻ്റർപ്രൈസ് ഇൻവോൾവ് ആയിട്ടുള്ളത് അതിനെ സക്സസ് ആയി തീർക്കാൻ വേണ്ടി ഈ ലാബോസിൻ്റെ എഫിഷ്യൻസി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിന് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഓരോ പ്രോബ്ലംസും അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടെത്തുമ്പോൾ റിജിഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസിൻ്റെ റിസൾട്ട് നമ്മൾ കളക്ട് ചെയ്യണം. അതുപോലെ അക്യുറേറ്റ് ഡാറ്റ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതായത് ഗസ് വർക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കി അല്ലെങ്കിൽ ഹിസ് ഓൺ ഒപ്പീനിയൻസ് മാറ്റി വെക്കുക. എന്നിട്ട് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രൂവ് ചെയ്തിട്ടുള്ള റിസൾട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഫോമിൻ്റെ ഡെവലപ്മെൻറ്റ് അക്യുർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം ലാബോസിൻ്റെ എഫിഷ്യൻസിയും കൂടുകയും ചെയ്യും. സെക്കൻഡ് കോൺട്രിബ്യൂട്ടർ 2 പേരാണ്, ജെയിംസ് വാട്ട് ജൂനിയർ ആൻഡ് മാത്യു റോബിൻസൺ. മാത്യു റോബിൻസൺ ബോൾട്ടനും അതുപോലെ ജെയിംസ് വാട്ട് ജൂനിയറുമാണ് സെക്കൻഡ് കോൺട്രിബ്യൂട്ടർ. ദേ കോൺട്രിബ്യൂട്ടഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് by following certain management techniques in their engineering factory at Soho in Birmingham. അപ്പോൾ ബിർമിംഗ്ഹാമിലെ എൻജിനീയറിംഗ് ഫാക്ടറിയിലാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, മാനേജ്മെൻറ്റിൻ്റെ ടെക്നിക്സുകൾ ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്സുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തലത്തിൽ മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഫാക്റ്റിനെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്തുകൊണ്ട് ദെൻ നമ്മുടെ ചാൾസ് ബാബേജിൻ്റെ ഒപ്പീനിയൻസിനെ പോലെ തന്നെ ഗസ് വർക്കുകളെ അവോയ്ഡ് ചെയ്യുകയും ഹിസ് ഓൺ ഒപ്പീനിയൻസിനെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ടെക്നിക്സ് എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ ആ ടെക്നിക്സ് യൂട്ടിലൈസ് ചെയ്തെങ്കിൽ മാത്രമേ മാനേജ്മെൻറ്റ് തോട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് ഉരുത്തിരിച്ചിരിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ജെയിംസ് വാട്ട് ജൂനിയറും അതുപോലെ മാത്യൂസ് റോബിൻസൺ ബോൾട്ടനും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. തേർഡ് കോൺട്രിബ്യൂട്ടർ റോബർട്ട് ഓവൻസ്, ദെൻ UK 1771 to 1858. Then he is the father of personal management. Maybe ask the question for fill in the blanks or choose the right answer from the bracket or one word answer. Who is the father of personal management? Then Robert Owens is the father of personal management. Then the promoter of cooperative and trade union movement in England emphasized recognition of human element in industry. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ കോഓപ്പറേറ്റീവ് സഹകരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സഹകരണ സംഘങ്ങൾ ആൻഡ് ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റ്. അപ്പോൾ ട്രേഡ് യൂണിയന് അതുപോലെ കോഓപ്പറേറ്റീവ് ആയിട്ടുള്ള സംഘങ്ങൾ രൂപീകരിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംരംഭങ്ങളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങൾക്കാണ് ആര്, റോബർട്ട് ഓവൻസ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എംഫസൈസ് ദ റെക്കഗ്നിഷൻ ഓഫ് ഹ്യൂമൻ എലമെൻറ്റ്സ് ഇൻ ദ ഇൻഡസ്ട്രി. അപ്പോൾ ഒരു ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ, അതായത് ഒരു ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട്, അതായത് ഒരു എംപ്ലോയി ഒരു സ്ഥാപനത്തിൽ എൻഗേജ് ആയിരിക്കുന്ന സമയം അയാൾക്ക് കിട്ടേണ്ട അറ്റ്മോസ്റ്റ് ബെനിഫിറ്റ് എന്തെല്ലാമാണോ അതെല്ലാം ഉരുത്തിരിച്ച് കൊടുത്തിരിക്കണം എന്നുള്ളതാണ് ആര് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്, റോബർട്ട് ഓവൻസ്. He firmly believed that workers' performance in industry was influenced by the working condition and treatment of workers. ഇപ്പോൾ ഒരു ഫേമിനകത്ത് ഒരു വർക്കറിൻ്റെ വർക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, വർക്കിംഗ് കണ്ടീഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് വർക്കേഴ്സ്. ആ ഒരു എംപ്ലോയിക്ക് വർക്ക് ചെയ്യുന്നതിന് ഈക്വലായിട്ട് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അയാൾക്ക് കിട്ടുന്ന അവിടുത്തെ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ,
ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് വർക്കേഴ്സ്. ഓരോ വർക്ക് ചെയ്യുമ്പോഴും അയാൾക്ക് കിട്ടുന്ന ബെനഫിറ്റ്, ദെൻ അയാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന ബെനഫിറ്റ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഒരു എംപ്ലോയിയുടെ എഫിഷ്യൻസി ഒരു ഫേമിന് വേണ്ടി അല്ലെങ്കിൽ ഒരു എംപ്ലോയീൻ്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് ന്യൂ ഐഡിയാസ് ഓഫ് ഹ്യൂമൻ റിലേഷൻസ്, ഷോർട്ടർ വർക്കിംഗ് ഹവേഴ്സ്, housing facility, training of workers in hygiene, education of their children, provision of canteen, etc. അപ്പോൾ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള ക്യാൻറ്റീന്, അപ്പോൾ നല്ല ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഒരു ക്യാൻറ്റീൻ സൗകര്യം അവർക്കുണ്ടായിരിക്കണം. ദെൻ അവിടെയുള്ള എംപ്ലോയീസിൻ്റെ കുട്ടികളുടെ എഡ്യൂക്കേഷന് ആ കമ്പനി നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി സാധിക്കണം. ദെൻ ട്രെയിനിങ് ഓഫ് വർക്കേഴ്സ് ഇൻ ഹൈജീൻ, നല്ല ഹൈജീനിക് ആയിട്ടുള്ള ട്രെയിനിങ് ഫെസിലിറ്റീസ് വർക്കേഴ്സിന് അലോട്ട് ചെയ്ത് കൊടുക്കണം. ഹൗസിംഗ് ഫെസിലിറ്റീസ്, ദെൻ റൂം റെൻറ്റ് ഫെസിലിറ്റീസിലൂടെ അല്ലെങ്കിൽ വിത്തൗട്ട് റെൻറ്റ് കളക്ട് ചെയ്തുകൊണ്ട് ഹൗസിംഗ് ഫെസിലിറ്റീസ് അലോട്ട് ചെയ്യണം. ദെൻ ഷോർട്ടർ വർക്കിംഗ് അവേഴ്സ്, ഇപ്പോൾ വർക്കിംഗ് അവേഴ്സിൻ്റെ വോളിയം കുറയ്ക്കണം, അതായത് വർക്ക് ലോഡ് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ വർക്കിംഗ് അവേഴ്സിലും എന്ത് ചെയ്യണം, റിഡക്ഷൻ അനുവദിച്ചു കൊടുക്കണം. ദെൻ ഇത്തരത്തിലുള്ള ഒരു ഹ്യൂമൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റാണ് ആര് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, ഈ റോബർട്ട് ഓവൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ്സിൻ്റെ അല്ലെങ്കിൽ ഒരു HR ലെവലിലുള്ള മുഴുവൻ ഫാക്റ്റും കൺസിഡർ ചെയ്തുകൊണ്ടാണ് പേഴ്സണൽ മാനേജ്മെൻറ്റിൻ്റെ ഫാദറാണ് റോബർട്ട് ഓവൻസ് എന്ന് അറിയപ്പെടുന്നത്. കോൺട്രിബ്യൂട്ടർ ഹെൻറി റോബിൻസൺ ടോൺ, USA 1844 to 1924. He was the president of famous lock manufacturing company, Yale and Town. He urged the combination of engineers and economists as industrial manager. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു ഇൻഡസ്ട്രിയൽ മാനേജർ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ ദെൻ കോമ്പിനേഷൻ ഓഫ് എൻജിനീയേഴ്സ് ആൻഡ് ഇക്കണോമിസ്റ്റ്, അപ്പോൾ എൻജിനീയറിംഗ് അതുപോലെ ഇക്കണോമിക്സ് ആൻഡ് ആൾസോ ദിസ് കോമ്പിനേഷൻ ഓഫ് ക്വാളിറ്റീസ് ടുഗദർ വിത്ത് അറ്റ്ലീസ്റ്റ് സം സ്കിൽസ് ആസ് ആൻ അക്കൗണ്ടൻറ്റ് ഈസ് എസെൻഷ്യൽ ടു ദ സക്സസ്ഫുൾ മാനേജ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിനെ മാനേജ് ചെയ്യുന്ന ഒരു മാനേജർ എന്ന രീതിയിൽ എൻജിനീയറിംഗ് തലത്തിൽ, എക്കണോമിക്സ് ഫീൽഡിൽ, ദെൻ അക്കൗണ്ടൻറ്റ് ഫീൽഡിൽ അത്യാവശ്യം നോളേജുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കൂ, അവരായിരിക്കണം അത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഹെൻറി റോബിൻസൺ ടോണിൻ്റെ അഭിപ്രായം. He was the president of famous lock manufacturing company, Yale and Town. He urged the combination of engineers and economists as industrial managers. This combination of quality together with at least some skills as an accountant is essential to the successful management of industrial workers. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത്തരത്തിലുള്ളൊരു മാനേജ്. അപ്പോൾ ഒരു ഗുഡ് മാനേജർ എന്ന രീതിയിൽ ഇപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ, ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് സെക്ടറാണല്ലോ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒത്തിരി ഇവൻറ്റുകൾ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ എൻജിനീയറിംഗ് ആയിട്ടുള്ള ഫാക്ട്, ദെൻ എക്കണോമിക് കണ്ടീഷൻസ്, ദെൻ അക്കൗണ്ടിങ് ഫാക്ട്, ഇത്തരത്തിലുള്ള എല്ലാ ഇവൻറ്റുകളും ഉരുത്തിരിഞ്ഞാൽ മാത്രമേ ഒരു നല്ല മാനേജ്മെൻറ്റിനെ പടുത്തുയർത്താൻ വേണ്ടി സാധിക്കുള്ളൂ എന്നാണ് ഹെൻറി റോബിൻസൺ ടോൺ കോൺട്രിബ്യൂട്ട് ചെയ്ത ഫാക്ട് അനുസരിച്ചിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. കോൺട്രിബ്യൂട്ടർ സീബോൺ റോൺട്രി, UK 1871 to 1954. Rountree created a public opinion on the need of labor welfare scheme and improvement in industrial relations. ഇൻഡസ്ട്രിയൽ റിലേഷൻസിൻ്റെ ഡെവലപ്മെൻറ്റിന് ലേബേഴ്സ് വെൽഫെയർ സ്കീമുകൾ ആവശ്യമാണ് എന്നുള്ളതാണ് ആര് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, സീബോൺ റോൺട്രി. അപ്പോൾ നല്ലൊരു മാനേജ്മെൻറ്റ് തലം ഈ സയൻറ്റിഫിക് ലെവലിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് പോകണമെങ്കിൽ എന്തു വേണം, ലേബർ വെൽഫെയർ സ്കീം ക്രിയേറ്റ് ചെയ്യണം. അതായത് ലേബേഴ്സുമായിട്ടുള്ള ഗുഡ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്
ലാബേഴ്സിന് ഒരു നല്ല വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു റിലേഷൻഷിപ്പ് അവർക്കിടയിൽ ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ, അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വെൽഫെയർ സ്കീം ലാബേഴ്സിൻ്റെ ഇടയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആവശ്യകതയുണ്ട് എന്നുള്ളതാണ് സീബോൺ റോൺട്രീൻ്റെ അഭിപ്രായം. ദി ഇൻഡസ്ട്രിയൽ വെൽഫെയർ സൊസൈറ്റി, ദ മാനേജ്മെൻറ്റ് റിസർച്ച് ഗ്രൂപ്പ്സ് ആൻഡ് ദ ഓക്സ്ഫോർഡ് ലെക്ചർ കോൺഫറൻസ് ഇൻ ദ UK ഓൺ their origin and progress to the interest and zeal of Rowntree. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൂട്ടായ പ്രവർത്തനങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തെങ്കിൽ മാത്രമേ നല്ല ഒരു മാനേജ്മെൻറ്റ് സയൻറ്റിഫിക് ലെവലിൽ ഉരുത്തിരിഞ്ഞ് വരികയുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു മിഡീവൽ പീരിയഡിൽ മാനേജ്മെൻറ്റിൻ്റെ ആസ്പെക്ട്സ്. അപ്പോൾ ടോട്ടലി ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് 5 കോൺട്രിബ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്. അതായത് പ്രൊഫസർ ചാൾസ് ബാബേജ്, ജെയിംസ് വാട്ട് ജൂനിയർ, റോബർട്ട് ഓവൻസ്, ഹെൻറി റോബിൻസൺ ടോൺ ആൻഡ് സീബോൺ റോൺട്രി. അപ്പോൾ ഇവരൊക്കെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ളത് ലാബേഴ്സിൻ്റെ പാർട്ടാണ്. അപ്പോൾ ലാബേഴ്സിന് വർക്കിംഗ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, ദെൻ ലാബേഴ്സിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക, ലാബേഴ്സിന് വെൽഫെയർ സ്കീമുകൾ അലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതൊരു പാർട്ടിലും ഒരു മാനേജർ ഒരു ഹ്യൂമൻ ബീയിങ്സിനെ അല്ലെങ്കിൽ ഒരു ലേബറിനെ അല്ലെങ്കിൽ ഒരു വർക്കറിനെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അവരുമായിട്ടുള്ള ഗുഡ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്തു പോകണം. ദെൻ അതുപോലെ നല്ല ഒരു എക്കണോമിക്സ് അല്ലെങ്കിൽ നല്ലൊരു അക്കൗണ്ടിങ് ഫാക്ട്, നല്ലൊരു എൻജിനീയറിംഗ് പാർട്ട് ഇത് അറിയുന്ന ഒരാൾക്ക് മാത്രമേ നല്ല ഒരു മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നൊവേറ്റീവായ ടെക്നോളജീസ്, അതുപോലെ സയൻസിൽ പ്രൂവ് ചെയ്തിട്ടുള്ള മാത്തമാറ്റിക്സിൽ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യേണ്ടത്, മാനേജ്മെൻറ്റിൻ്റെ ഫാക്റ്റിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഗസ് വർക്കിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും പാസ്റ്റ് എക്സ്പീരിയൻസിലുള്ള മാനേജേഴ്സിൻ്റെ ഒപ്പീനിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള ഫാക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നിടത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള പുതിയ ഫാക്ടിനെ മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അത് യൂട്ടിലൈസ് ചെയ്യുക. ട്രഡീഷണൽ ഫാക്ടിനെ സ്ലോലി അവോയ്ഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.